എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ് ഞാൻ ഇന്ന് ഉണ്ടാക്കാൻ വേണ്ടി പോണത്. തെരളിയപ്പം. അതെ, തെക്കനാട്ടുകാർക്ക് വളരെ സുപരിചിതമായിട്ടുള്ള എന്നാൽ വടക്കുള്ളവർക്ക് അത്ര പരിചയമല്ലാത്ത തെരളിയപ്പം. നമ്മുടെ ആറ്റുകാൽ പൊങ്കാലയ്ക്കൊക്കെ പ്രധാനമായിട്ട് ഉണ്ടാക്കുന്ന അപ്പാണിത് കേട്ടോ. ഈ ഒരു ഇല കൊണ്ടാണ് നമ്മൾ ഈ അപ്പം ഉണ്ടാക്കുക. തെരളിയപ്പം, വയനയിലപ്പം, കുമ്പിളപ്പം, എലമംഗലം, അങ്ങനെ പല നാട്ടിൽ പല പേരിൽ അറിയപ്പെടുന്ന ഈ ഒരു അപ്പത്തിന് നിങ്ങളുടെ നാട്ടിൽ എന്താ പറയുന്നത് കമന്റ് ചെയ്യണേ. അപ്പോൾ ഇത് ഉണ്ടാക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് ശർക്കര ഉരുക്കിയിട്ട് ശർക്കരപ്പാനി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു പാത്രത്തിനകത്തേക്ക് ഞാൻ 1 കപ്പ് ഗോതമ്പ് പൊടിയും 1 കപ്പ് അരിപ്പൊടിയും കൂടി മിക്സ് ആക്കിയിട്ടാണ് മാവ് എടുത്തിട്ടുള്ളത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഗോതമ്പ് പൊടി മാത്രം എടുക്കാം, അരിപ്പൊടി മാത്രം എടുക്കാം. പിന്നെ ഇതിനകത്തേക്ക് 1/4 ടീസ്പൂൺ ഉപ്പ്, 1/2 ടീസ്പൂൺ ഏലക്കപ്പൊടി, 1 കപ്പ് തേങ്ങ, 2 ചെറുപഴം, ഇത്രയും ചേർത്ത് ആ പഴവും തേങ്ങയും ഇതെല്ലാം കൂടി നല്ലപോലെ കുഴച്ചൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ശർക്കര പാനിയും കൂടി ഒഴിച്ച് ചപ്പാത്തി മാവിനേക്കാളും കുറച്ചും കൂടി ലൂസ് ആയിട്ടുള്ള കൺസിസ്റ്റൻസിയിൽ എല്ലാം കൂടി ഒന്ന് കുഴച്ചെടുത്ത് അവസാനമായിട്ട് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്തിട്ട് വീണ്ടും നല്ലപോലെ ഒന്ന് കുഴച്ച് സെറ്റാക്കി കഴിഞ്ഞാൽ തെരളിയപ്പത്തിനുള്ള മാവ് റെഡിയായി. ഈ കഴുകി വൃത്തിയാക്കി വെച്ചേക്കണ തെരളിയിലയിലേക്ക് ഞാൻ ഈ ചെയ്യുന്ന പോലെ മാവ് സെറ്റ് ചെയ്തെടുക്കുക. നമുക്ക് കുമ്പിളപ്പം പോലെ കുമ്പിള് കുത്തിയിട്ടും വേണമെങ്കിൽ ചെയ്യാട്ടോ. എല്ലാ തെരളിയിലയിലും ഇതുപോലെ മാവ് നിറച്ച് കഴിഞ്ഞാൽ ഒരു ഇഡലിച്ചെമ്പ് അടുപ്പത്തേക്ക് വെക്കുക. ഇഡലിച്ചെമ്പിൽ ഓരോരോ തെരളിയപ്പങ്ങളായിട്ട് നിരത്തി എടുത്ത് വെക്കുക. പിന്നെ ഒരു 10-15 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഒന്ന് ആവി കയറ്റി പുഴുങ്ങിയെടുത്താൽ നല്ല അടിപൊളി സ്വാദിഷ്ടമായിട്ടുള്ള നമ്മുടെ തെരളിയപ്പം ഇവിടെ റെഡിയായി. ഇതങ്ങോട്ട് വെന്ത് വന്നിട്ട് ഇഡലിച്ചെമ്പ് അങ്ങോട്ട് തുറക്കുമ്പോൾ വീട് മുഴുവൻ ഒരു മണം ഉണ്ടാവും. അതിൻ്റെ സാറേ, പിന്നെ ചുറ്റുള്ളൊന്നും കാണാനും അറിയാനും കേൾക്കാനൊന്നും പറ്റില്ല. ഇത് തിന്നാന്നുള്ളൊരു വിചാരം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇതും കണ്ട് ഞാൻ ഈ പറയണമെന്ന് കേട്ടിട്ട് കൊതിവിട്ടിരിക്കാതെ വേഗം പോയി ഉണ്ടാക്കി ട്രൈ ചെയ്തോളി. എങ്ങനെയുണ്ടെന്ന് കമന്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾ ഓരോ ഗ്ലാസ് ചായയും കൂടെ സെറ്റ് ചെയ്തിട്ട് പോയി കഴിക്കട്ടെ കേട്ടോ.